നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് മുൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മുൻ അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന്റെ മൂത്ത മകനുമായ ഷെയ്ഖ് നാസർ സബാഹ് അൽ അഹമ്മദ് അസബാഹ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അസബാഹിന്റെ മരണത്തിന് പിന്നാലെ സബാഹ് കുടുംബത്തിന് രണ്ടാമത്തെ വേദനാജനകമായ വാർത്തയായി ഷെയ്ഖ് നാസറിന്റെ നിര്യാണം. 2017 ഡിസംബർ 11 മുതൽ 2019 നവംബർ 18 വരെ കുവൈറ്റ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിരുന്നു ഇദ്ദേഹം. മാസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അടുത്ത കുവൈറ്റ് കിരീടാവകാശി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന 3 പ്രധാനികളിൽ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം. കുവൈറ്റിന്റെ വികസന സ്വപ്നങ്ങളുടെ തേരാളിയായിരുന്നു അന്തരിച്ച മുൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് നാസർ സബാഹ് അൽ അഹമ്മദ് അസബാഹ്. സിൽക്ക് സിറ്റി ഉൾപ്പെടെ കുവൈറ്റിന്റെ പല വലിയ വികസന പദ്ധതികളുടെയും ആശയസ്രോതസ്സും ചുമതലക്കാരനും അദ്ദേഹം തന്നെയായിരുന്നു. മുൻ അമീറും അദ്ദേഹത്തിന്റെ പിതാവുമായിരുന്ന ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് വിഭാവനം ചെയ്ത വിഷൻ 2035 വികസന പദ്ധതിയുടെ പിൻബലം ഷെയ്ഖ് നാസർ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ വരും കാലത്തെ മുന്നിൽ കണ്ട് കുവൈറ്റിനെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക നയം. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിച്ച് പെട്രോളിയത്തെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരാൻ അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നു. അതിനായി പരിശ്രമിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സിൽക്ക് സിറ്റി പദ്ധതി. കുവൈറ്റിന്റെ അഭിമാന പദ്ധതിയായി പുരോഗമിക്കുന്ന സിൽക്ക് സിറ്റിയും ദ്വീപ് വികസനവും രാജ്യത്തിന്റെ പുതിയ വരുമാന സ്രോതസ്സുകളായി മാറുമെന്നത് പദ്ധതിയുടെ മുഖ്യ കാര്യദർശിയായി ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വ്യാപാരം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ എത്തണം. അതിന് അടിസ്ഥാന സൗകര്യവും അനുബന്ധ സംവിധാനങ്ങളും ഏറെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അമീർ വിഭാവനം ചെയ്യുന്ന വിഷൻ 2035 പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ മുഖച്ഛായ തന്നെ മാറും. അങ്ങനെ എണ്ണ വരുമാനം ലഭിക്കുന്നതോടൊപ്പം തന്നെ ബദൽ വരുമാന മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പൗരന്മാരോട് ഉറപ്പും നൽകിയിരുന്നു. സിൽക്ക് സിറ്റി 2030ഓടെ പൂർത്തിയാക്കാനാണ് പദ്ധതി ഇട്ടിരുന്നത്. രാജ്യാന്തര നിക്ഷേപകരെ കുവൈറ്റിലേക്ക് ആകർഷിക്കുന്ന പ്രധാന സംരംഭമായി ഇത് മാറിയേക്കും. സുബിയയിൽ പണിയുന്ന നഗരത്തിന് 250 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടാകും. 1001 മീറ്റർ ഉയരമുള്ള മുബാറക് അൽ കബീർ ടവർ ആകും സിൽക്ക് സിറ്റിയിലെ ഏക ആകർഷണം. 234 നിലകളിലായി വാണിജ്യ കേന്ദ്രങ്ങളും പാർപ്പിടവും ഓഫീസുകളും ഉൾപ്പെട്ടതാകും ഈ ടവർ. 7000 പേർക്ക് ഇതിനുള്ളിൽ താമസിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഹോട്ടലുകളും പാർപ്പിടങ്ങളും വിനോദ കേന്ദ്രങ്ങളും ടവറിൽ ഉണ്ടാകും. അത് കാണാനുള്ള ആയുസ് അദ്ദേഹത്തിന് ഉണ്ടായില്ലെന്ന നിരാശ ബാക്കിയാകുകയാണ്. പ്രവാസികൾ ഏറെ നൊമ്പരത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.